ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉണ്ടല്ലോ, പ്രവീണുണ്ട്, ഞാനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരുമായിട്ട് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ നിന്നൊരു കുഞ്ഞ് മീൻ കിട്ടി. അതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. ഞാൻ നോക്കാൻ കാര്യം ഇതേ പ്രവീൺ കേട്ടോ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല, നമ്മളിവിടെ നിന്നും കുറേ കാലം കൊണ്ട് ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്ത് വെള്ളം കയറി തോട്ടിലോട്ടൊക്കെ വെള്ളം കയറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീൻ കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തോട്ടിൻ്റെ അരയിലെത്തി. പ്രവീണ് തോട്ടിനകത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മീൻ കിട്ടി. ഇനി അടുത്ത് മീൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളും എല്ലാം കൂടെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാണാം. ഉണ്ടോ, പ്രവീൺ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ ഒന്ന് തോർന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ തോട്ടിനകത്ത് ഇവിടെ ഇറങ്ങിയ ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഞാനൊക്കെ ഇറങ്ങിയാൽ താന്നു പോകും. അവനൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്നെ മണ്ണിട്ട് മൂടിയാൽ എന്താ എടാ ചെരുപ്പിട്ടോണ്ടിറങ്ങടാ. അന്ന് ഇവിടെ നിന്നല്ല കുപ്പിച്ചില്ലുണ്ടേ. അപ്പോൾ അവന് പകരം ഞാനാണ് അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ താന്നങ്ങ് പോയത്. താഴ്ന്ന അവൻ തന്നെ ഉണ്ടോ. ഇവിടെ നമുക്ക് സ്ഥിരം മീൻ കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. നോക്കി നോക്കാം. മീൻ കൊത്തി പോകുന്നൊരു സംശയം. മീൻ തന്നെ. അതിന് ആ ചെറുതാണോ വേറെ ആണോ എന്ന് അറിഞ്ഞൂടാ. അതാണ് നമുക്ക് ഈ മടക്കകത്തിരിക്കുന്ന മീൻ ചെറുതാണോ വലുതാണോ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അത് കുഴപ്പമില്ലാത്തതാണെന്നാണ് തോന്നുന്നത്. അത് പണി കൊടുത്തു മീൻ. അത് കുഴപ്പമില്ല. കമ്പും കയറ മടയും കിട കന്നി കളയണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ. അതല്ല, ഇത് വേറൊരു മീനാണ് കേട്ടോ. ആ കുഞ്ഞു മീൻ നമ്മൾ എടുത്തില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഫസ്റ്റ് മീൻ കുഴപ്പമില്ല. ഇതിനെടുത്തേ പറ്റുള്ളൂ കേട്ടോ. ഇനി എടുക്കാതിരിക്കാൻ വേറെ വഴിയില്ല. നല്ല ചൂണ്ട ഏറി കയറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീനായിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് നിന്നെടുത്തതാ. ബെസ്റ്റ്. അതെ, നമ്മുടെ ഫസ്റ്റ് മീൻ. കെട്ടാ, കവർ കെട്ടാ. ഓ മീനാ എവിടെ തരും? ഓ അവിടെ വരാം. ഓക്കെ, അപ്പോൾ പ്രവീണിൻ്റെ ചൂണ്ടൊരു മീൻ ഒത്തി. ഒരു മിനിറ്റ്, ദൈവമേ, പോക്കറ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ. ഓ അതും ചെറുത്. എനിക്ക് വയ്യ. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഇതും കുഞ്ഞാണ് കേട്ടോ. ഇന്നെല്ലാം നമുക്ക് കിട്ടിയതെല്ലാം ഈ ഒരു സൈസാണ്. അയ്യോ, ഇത് അത്യാവശ്യം ഏറിയേറ്റ മീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനെ കിട്ടിയതെല്ലാം ഒരേ സൈസാണ് കേട്ടോ. കുരുടൻ രണ്ടും ഒരേ സൈസ്, ചെറുതാണ്. അപ്പോൾ പ്രവീണിൻ്റെ ചൂണ്ട ഒരു മീൻ കൊത്തിയിട്ടുണ്ട്. ചെറുതാ, എന്താ എല്ലാം ചെറുത് തന്നെ. ഇന്നത് എത്ര ചെറുത്, ദൈവം, എല്ലാം ഈ സൈസ് ഉള്ളാടെ. അതിപ്പോൾ പോകും തോന്നും. അത് കുഴപ്പമില്ല കേട്ടോ. ഇത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ. അവൻ ബാക്കി ഒരടിയൊക്കെ അടിച്ചിട്ട് പോയി. ഞാൻ അങ്ങനെ ഇത് ഇപ്പോൾ ഭയങ്കര കാടാ ചേട്ടാ. മീനും കയറിയില്ല, ആരും ഇറങ്ങിയുമില്ല. അതാണ്. എന്താണ് ഇത്? അയ്യോ, മീൻ തന്നെ. എടുക്കണോ? വേണ്ടല്ലേ, എടുക്കണോ? നോക്ക്.
കുത്തിയാളെ. എന്താ അടിച്ച് കിടക്കണല്ലോ അവിടെ. ആ കൊള്ളാം. ഇവിടെ എന്ന് കിട്ടിയാലും ഇതുപോലത്തെ ആണല്ലോ ഇവിടെ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം ചൂണ്ട കിട്ടടല്ലേ. അയ്യോ, അത്യാവശ്യം തീരെ ചെറുതല്ലാത്ത പക്ഷെ വലുതല്ലാത്തൊരു മീൻ. നമ്മുടെ 4ാമത്തെ മീനാണ് കേട്ടോ. അപ്പോൾ അതെ, ഇത് വയലിൽ നിന്ന് ഇറങ്ങണ മീനാണ് കേട്ടോ. ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറത്തുള്ള കളർ കണ്ടോ, അടിപൊളി. ഇതുപോലെ നല്ല മഞ്ഞ കളറായിരിക്കും ഈ വയലിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ നെടിമീനൊക്കെ. നല്ല മഞ്ഞ കളറായിരിക്കും. തോട്ടിൽ കിടക്കുന്നതാണെങ്കിൽ ഒരുമാതിരി ബ്ലൂ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് കയറി വരുന്ന മീനായിരിക്കും അല്ലാതെ കിട്ടുന്നത് കേട്ടോ. ആ ഓ കിട്ടുള്ളൂ അത്. തോട്ടിൽ നിന്ന് വിളിച്ചേ. കൈരിയാ പോയാ? ഇല്ല, കൈരി എവിടെ ഇങ്ങനെ? ബാഗിൻ്റെ എവിടാ? ഇല്ല, എവിടെ? വലുതാ ചെറുതാണേ? എന്നാടാ അല്ല, നിൻ്റെ ലൈറ്റ് ഉണ്ട്, എൻ്റെ ലൈറ്റ് ഇല്ല. എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുമോ ഇവിടെ നിന്ന് അറിയാൻ പറ്റുമോ? ഇവിടെയാ? എവിടെ? ഇവിടെയാ? അവിടെയാ? ഇങ്ങോട്ട് നീ ലൈറ്റ് എടുത്തിച്ചോ. പിന്നെ മീനാടേ അവിടെ കയറി കമ്പ് കിട്. ഓക്കെ, ചൂണ്ട് മീൻ ഒത്തി പണിഞ്ഞ് തന്നെ അല്ലേ? ചിലപ്പോൾ ബിരിയാണി കൊടുക്കാൻ ചാൻസ് ഒന്നുമില്ലടാ. പരലെടുത്ത് തരാം. അയ്യോ, ഞാൻ പരൽ എവിടെ വെച്ചാ? നട്ട പാതിരാത്രി ആയിക്കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. എന്നാടേ നീ അവിടെ വയ്യ, അതാണ് നല്ലത്. കളഞ്ഞാ നീ വയ്യ? ഇല്ല, അതാ അത് തന്നെ. എൻ്റെ പിന്നെ കുഞ്ഞു പക്കികൾ വന്ന് കിടന്ന് നെരിപ്പ്. എടാ മുകളിൽ 2 പുല്ലൂടെ പറിച്ച് അത് തന്നെ. ഓക്കെ, അതൊന്നും ഓക്കെ. അതാ കൊത്തി. കമ്പങ്ങട്. ഓക്കെ, ഡൺ. കൊള്ളാം. അയ്യോ, ഓക്കെ, ഇങ്ങോട്ട് വെക്കോ. ഓക്കെ, അതെ, നമ്മുടെ അടുത്തൊരു മീൻ. ഇത് പണി പാളും കേട്ടോ. ഇല്ല, അതെ, നമ്മുടെ 5ാമത്തെ മീൻ കേട്ടോ.
അത് അത്യാവശ്യം കൊള്ളാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പ്രവീൺ താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി റെഡിയാക്കി ചൂണ്ട ഇളക്കി എടുക്കട്ടെ. ഗൈസ്, ഈ കാണുന്ന എന്താണെന്നറിയോ? ഇത് അത്ഭുത പ്രതിഭാസമൊന്നുമല്ല കേട്ടോ. പ്രവീൺ തോട്ടിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക, ഞാൻ അവന് ലൈറ്റ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ കേട്ടോ, അവൻ അതാ നിൽക്കുന്നു, ഞാൻ ലൈറ്റ് അടിച്ചു കൊടുക്കുന്നു. ഈ ലൈറ്റിൻ്റെ അടുത്ത് ചെറിയ പ്രാണികൾ വന്ന് കയറി കിടക്കുന്നുണ്ടോ? അതാണ് ഈ ഒരു കാഴ്ച. പ്രവീണിനാണെങ്കിൽ ഒന്നും അവിടെ വെച്ചുകൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ ഇവിടെ വേണ്ട വച്ചിട്ട് കണ്ടോ, അത് ഹെഡ്ലൈറ്റാണ് കേട്ടോ. ഇന്നെന്തോ ചൂണ്ടിട വന്നപ്പോൾ ഹെഡ്ലൈറ്റ് കൂടെ കൊണ്ടുവന്നു. അല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം മൊബൈലിൽ വന്നിരിക്കുമായിരുന്നു, ഈ ചെറിയ പ്രാണികളെല്ലാം. പ്രവീൺ നിന്ന് മീനും പിടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ.